ഹായ് ഹലോ, നമ്മുടെ ചാനലിൽ സർക്കിട്ട് എന്ന് പറഞ്ഞ ചിത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. സർക്കിട്ട് ഡയറക്ഷൻ ചെയ്തതിൽ തമർ കെ ആണ്. അതിൻ്റെ മുൻ ചിത്രം 1001 ഗുണങ്ങളായിരുന്നു. തീർച്ചയായും കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ആസിഫ് അലി, അതുപോലെ തന്നെ ദിവ്യപ്രഭ, ദീപക് തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് ആയി വന്നിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. സർക്കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നിനോടൊന്ന് നീതി പുലർത്തിയിട്ടുള്ള ഒരു ടീം വർക്ക് തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ പറയാം ഡയറക്ഷനും തിരക്കഥയും ഒരു വ്യക്തി തന്നെയാണ്, തമർ കെ തന്നെയാണ്. കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ആസിഫ് അലിയും ഞാൻ നേരത്തെ പറയുമ്പോൾ ദിവ്യപ്രഭയും ദീപക് തുടങ്ങിയ ഒരുപാട് വ്യക്തികളുണ്ട്. തീർച്ചയായിട്ടും അവരോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷേ ആ പ്രകടനങ്ങളെല്ലാം വീണ് പോയേക്കാം എന്ന് തോന്നും പല നിമിഷങ്ങളിൽ പോലും. ഗോവിന്ദ് വാസുദേവ് എന്ന് പറഞ്ഞ മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ വസന്തയുടെ മ്യൂസിക് തന്നെ ഗംഭീരമായി തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഗംഭീരമായുള്ള ഒരു സപ്പോർട്ടിങ് തന്നെയാണ് പടത്തിലേക്ക് കൊടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും എന്താ പറയുക, ഒരുപാട് നാൾക്ക് ശേഷം ആസിഫ് എന്ന് പറയുന്ന നടന് ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയാണ് ഇതിൽ സർക്കിളിൽ കാണാൻ സാധിക്കുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ലാലട്ടൻ കരയുമ്പോൾ നമ്മളും കൂടെ കരയും, മമ്മൂക്ക കരയുമ്പോൾ നമ്മളും കരയെന്നൊക്കെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ആസിഫിൻ്റെ മികച്ച ഇമോഷണലായിട്ട് ഒരുപാട് രംഗങ്ങളുണ്ട്. പല സീൻസും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയതുകൊണ്ട് തന്നെയാണ് ഒട്ടും എടുത്തു പറയാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ആ കുട്ടിയായിട്ട് വന്നിട്ടുള്ള ഒരു കുഞ്ഞു പയ്യനുണ്ട്, അവൻ്റെ പേര് ഇതിൽ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ചാപ്പു എന്നാണ് ഇതിൽ വിളിക്കുന്നത്. അപ്പോൾ ഗംഭീരമായി തന്നെ ചാപ്പുവിൻ്റെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളും ഗംഭീരമായി തന്നെയാണ് സർക്കിട്ട് ചെയ്തിട്ടുള്ളത്. സർക്കിട്ട് എന്ന് പറയുമ്പോൾ ഒരു യാത്ര തന്നെയാണ്. ആ യാത്ര തീരുമ്പോൾ പ്രേക്ഷകരും അവരെക്കുറിച്ച് ചിന്തിച്ച് തുടരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സർക്കിട്ട് യാത്ര ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ സർക്കിട്ട് എന്ന് പറഞ്ഞ ചിത്രം കാണാത്തതുകൊണ്ടെങ്കിൽ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.